ഹലോ ഫ്രണ്ട്സ്, ഇന്ന് സ്കൂളൊന്നും ഇല്ലാത്തൊരു ദിവസമാണേ. അപ്പോൾ പയ്യെ ഒരുപാട് നേരത്തെ ഒന്നും എഴുന്നേൽക്കാതെ കുറച്ച് താമസിച്ചാണ് എഴുന്നേറ്റ് വന്നിരിക്കുന്നത്. നമുക്കിന്ന് ആലപ്പുഴയിലേക്ക് പോകേണ്ട ഒരു കാര്യം കൂടി ഉണ്ട്. അപ്പോൾ അതിനായിട്ട് രാവിലെ എഴുന്നേറ്റ് ചായയും ഇഡലിയും ചമ്മന്തിയും ഒക്കെ ഉണ്ടാക്കി കഴിച്ചിട്ടാണ് പോണത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് കുട്ടികൾക്ക് ഇഡലി മാവിലേക്ക് പഞ്ചസാര കൂടി ആഡ് ചെയ്തിട്ടുള്ള മധുര ഇഡലിയാണ് വേണ്ടത്. അവരതുണ്ടെങ്കിൽ കറിയൊന്നും വേണ്ട, അതങ്ങനെ തന്നെ കഴിച്ചോളും. അപ്പം നമുക്ക് വേണ്ട ഇഡലിയും മക്കൾക്ക് വേണ്ട ഇഡലിയും ഒക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കഴിക്കേണ്ട ഇഡലിയിലേക്ക് ഒരു ചമ്മന്തിയും കൂടി ഞാൻ സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അതിനായിട്ട് തേങ്ങായും ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയും എല്ലാം കൂടിയിട്ട് ഒന്ന് അരച്ചെടുക്കാം. അത് അരച്ചെടുത്തിട്ട് ഒരു പാനിലേക്ക് വറ്റൽമുളക്, കടുക്, കറിവേപ്പില എല്ലാം ഇട്ട് മൂപ്പിച്ചെടുത്തിട്ട് നമുക്കതിലേക്ക് ഈ തേങ്ങയുടെ അരപ്പ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി നമുക്ക് എടുക്കാം. ഇപ്പോൾ നമ്മുടെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. ചമ്മന്തിയുടെ റെസിപ്പിയൊന്നും ഞാൻ പറയണ്ടല്ലോ. പിന്നെ അതൊക്കെ കഴിച്ചിട്ട് നേരെ നമ്മൾ പെട്ടെന്ന് റെഡി ആയിട്ട് ഇറങ്ങുമായിരുന്നു. നമ്മൾ ആലപ്പുഴയിലേക്ക് പോകണമെന്ന് പറഞ്ഞില്ലേ, അതിനിറങ്ങുമായിരുന്നു. ഇപ്പോൾ റോഡിലൊന്നും വലിയ ബ്ലോക്ക് ഉണ്ടായിരുന്നില്ല. കാരണം വർക്കേഴ്സും സ്റ്റുഡൻസും ഒക്കെ കയറിയ ടൈം ആയതുകൊണ്ട് വലിയ ബ്ലോക്കോ റഷോ ഒന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഒരു 2 മണിക്കൂറൊക്കെ കൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് എത്തി. അല്ലെന്നുണ്ടെങ്കിൽ 2.5-3 മണിക്കൂറൊക്കെ ആകുമ്പോഴാണ് നമ്മൾ എത്തൽ. ബ്ലോക്കെല്ലാം കിട്ടിയാൽ അതിലും മേളിൽ കൂടിപ്പോവും. അപ്പം മഴയും വെയിലും മാറിയും കയറിയും വന്നൊരു ഒരു കാലാവസ്ഥയായിരുന്നു. അപ്പം നമ്മൾ തീരദേശ റോഡ് പിടിച്ചിട്ടാണ് പോയത്. എപ്പോഴും അങ്ങനെയാണ് പോകാറ്. അതാകുമ്പോൾ പെട്ടെന്ന് അങ്ങ് എത്തുമല്ലോ. ബാക്കി വിശേഷങ്ങൾ അടുത്ത ഷോർട്സിൽ കാണാം.